അതെ, നമുക്കിത്തിരി എരിവില്ലാത്ത പച്ചമുളക് കിട്ടിയിട്ടുണ്ടേ. അപ്പം തന്നെ നമുക്കിത്തിരി തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ ഉള്ളിത്തീയലൊക്കെയാണ് വെച്ച് നോക്കാറ്. അപ്പം നമുക്ക് എരിവില്ലാത്ത പച്ചമുളക് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തീയലുണ്ടാക്കാം. അപ്പം അതിന് തേങ്ങായും അതുപോലെ മല്ലിയും മുളകും ഒക്കെ വറുത്ത് നമ്മളൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അതുപോലെ പിഴുപുളിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ തീയലുണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നോർമലി ഒരു 2 3 ദിവസമൊക്കെ വെച്ച് കൂട്ടാനും നമ്മൾ അടിപൊളിയാണ് തീയലെന്ന് പറയുന്നത്. പെട്ടെന്നൊന്നും അങ്ങനെ കേടായി പോകത്തൊന്നുമില്ല. പിന്നെ നമ്മൾ എടുത്ത് വെക്കുന്ന പോലൊക്കെ നമുക്ക് 1 2 ദിവസമൊക്കെ കൂടുതൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എരിവില്ലാത്ത പച്ചമുളക് വാങ്ങിക്കുമ്പം ഇതുപോലെ ഒന്ന് തീയലുണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്. മാത്രമല്ല നമുക്ക് പൊതിയൊക്കെ കിട്ടുന്ന സമയത്ത് കൊണ്ടുപോകാനും അടിപൊളിയാണ്. അപ്പം ഒരു തവണയെങ്കിലും എരിവില്ലാത്ത മുളക് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.